നമ്മുടെ ഒരു ഫോളോവർ നമുക്കിട്ട് നേരത്തെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാരുതിയുടെ റിക്വസ്റ്റ് സെൻസർ, അതായത് ഹാൻഡിൽ വന്നിട്ട് ഇന്നർ ബട്ടൺ എങ്ങനെ റിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനുശേഷം വണ്ടിയൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഹാൻഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. കസ്റ്റമർ തന്നെ നമ്മുടെ ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇത് നോർമലി ഇത് എല്ലായിടത്തും വന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനുള്ളൊരു സാധനമാണ്. ആരും റീയൂസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പം നമുക്ക് റിപ്പയറിനായിട്ട് കൊണ്ടുവരാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി സ്കില്ലായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് കാണിക്കാം. ഇത് ഫുൾ ഇത്രയും ആയിട്ടാണ് നമുക്ക് ഊരി കിട്ടുന്നത്. അപ്പം ഇത് ഒരിച്ചിരി നമ്മുടെ ബോഡി ക്വാളിറ്റിയിൽ കുറവുള്ളൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഇളക്കുന്ന കുറച്ച് കെയർ ആയിട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സ്ക്രൂ ഡ്രൈവറായിട്ട് തിക്കാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ കയറ്റാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന ഒരാളൊക്കെ. പിന്നെ നമ്മുടെ ഈ സൈഡിലെല്ലാം ലോക്കുകളുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കണ്ടേ, ഇതിനിപ്പം തന്നെ ക്രാക്ക് വീണം. അതേപോലെ തന്നെ ക്രാക്ക് വീഴും. ഇതിൻ്റെ ബോഡിയുടെ ആ ക്വാളിറ്റിയുടെ കുറവാണ് ഇത്. മറ്റേ ബാക്കിയുള്ള ബ്രാൻഡിനൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല. ജസ്റ്റ് ഇത് കാണിച്ചു. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വരുന്നത് 4 വയസ്സാണ്. ഇതിൽ 2 വയർ സ്വിച്ചിന് പോകുന്നുണ്ട്, 2 വയർ ആൻറ്റിനയ്ക്ക് പോകുന്നുണ്ട്. ഈ 2 ബ്ലൂ കളർ വയറാണ് നമ്മുടെ ഈ റിക്വസ്റ്റ് സെൻസറിന് പോകുന്നത്. അതായത് കണക്ടർ വന്നിട്ട് ഈ വൈറ്റ് കളർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ ഈ സ്വിച്ചിനെ ഇവിടുന്ന് ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ ലോക്കുകൾ നമുക്കിവിടെ കാണാം. ആ ലോക്കിനെ ഒരു ജസ്റ്റ് ഒരു നൈഫ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഊരി 2ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഈ എടുത്ത സ്വിച്ചിൻ്റെ മേളത്തെ പോർഷനിൽ ഇവിടെ ഒരു ബ്രൗൺ അല്ല ഗോൾഡൻ കളറിലൊരു പാഡ് കാണാൻ പറ്റും. ഈ പാഡിനകത്ത് നമുക്ക് അഴുക്കുണ്ടാവും. അത് ജസ്റ്റ് ഈ നൈഫ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ അത് കോൺടാക്ട് ചെയ്യുന്ന ഭാഗം വന്നിട്ട് ഇവിടെ വരും. ഈ 2 പോയിൻ്റാണ് ഇത് കോൺടാക്റ്റ് ആവുന്നത്. ഇവിടെയും നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വിടുക. ഇതിൻ്റെ സ്വിച്ച് വന്നിട്ട് നോർമലി ഡാമേജ് വരുന്നില്ല. ഇങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലേശം തിന്നറോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക. ഇത് നമ്മുടെ സ്വിച്ച് വന്നിട്ട് നമുക്കിപ്പോൾ റെഡിയായി. കറക്റ്റായിട്ട് തിരിച്ച് റീഫിറ്റ് ചെയ്യുക. ഇതേപോലെ ലോക്കാവും. ഇനി നമ്മുടെ ഈ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ചെറിയൊരു കേസേ ഉള്ളൂ ഇതിനകത്ത്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡിലൊന്നും മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.